ചെകുത്താൻ ഭാഗം 6. തിരികെ വീട്ടിൽ മടങ്ങിയെത്തിയിട്ടും നാരായണന്റെ മനസ്സ് ആകെ അസ്വസ്ഥമായിരുന്നു. തന്റെ മകനെ മറ്റാരെക്കാളും അയാൾക്കറിയാം. ചെറുപ്പം മുതലേ അവൻ ഇങ്ങനെയാണ്. ആഗ്രഹിച്ചത് എന്തായാലും എന്ത് വില കൊടുത്തും അവൻ നേടിയിരിക്കും. ഇനി തനിക്ക് സ്വന്തമാക്കാൻ ഒരിക്കലും കഴിയില്ല എന്ന് തോന്നിയാൽ അവനത് മറ്റാർക്കും സ്വന്തമാക്കാൻ അനുവദിക്കാതെ നശിപ്പിക്കും. അതാണ് അവന്റെ സ്വഭാവം. ലച്ചു, അവളെ ഓർക്കുമ്പോഴാണ് നാരായണന് ഏറ്റവും അധികം സങ്കടം. ഇന്നത്തെ കാലത്ത് അവളെപ്പോലുള്ള പെൺകുട്ടികൾ ഇല്ല എന്ന് തന്നെ വേണം പറയാൻ. അത്രയും പഞ്ചപാവം പിടിച്ചൊരു കുഞ്ഞ്. അവന്റെ ദേഷ്യവും വന്യതയും ഒന്നും ഒരിക്കലും ആ കുഞ്ഞു പെണ്ണിന് താങ്ങാൻ കഴിയില്ല എന്ന് നാരായണന് ഉറപ്പാണ്. മാത്രമല്ല, അവനെക്കുറിച്ച് പല കാര്യങ്ങളും കേൾക്കുന്നുണ്ട്. അവന്റെ ജീവിതത്തിൽ പല പെണ്ണുങ്ങളുമുണ്ട്. അവരിൽ ഒരാളായി തന്റെ ലച്ചുവിന് മാറേണ്ടി വരുമോ എന്ന സങ്കടം അയാളെ വല്ലാതെ വിഷമിപ്പിച്ചു. പക്ഷെ അയാൾക്കറിയാം, രാമൻ വിചാരിച്ചാലൊന്നും ജഗന്റെ കയ്യിൽ നിന്ന് ലച്ചുവിനെ രക്ഷിക്കാൻ കഴിയില്ല എന്ന്. അവളെ ഇനി രക്ഷിക്കണമെങ്കിൽ ജഗനേക്കാൾ വലിയൊരു ചെകുത്താൻ അവൾക്കരികിൽ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ അതിന് സാധിക്കൂ. അല്ലാതെ രാമനെപ്പോലെ ഒരു സാധു മനുഷ്യന് ജഗന്റെ പിടുത്തത്തിൽ നിന്ന് ലച്ചുവിനെ രക്ഷിക്കാനാവില്ല. അത് നാരായണൻ നല്ലതുപോലെ അറിയാം. ഈ കാര്യത്തിൽ തനിക്കൊന്നും ചെയ്യാനാവില്ലല്ലോ എന്നോർത്ത് അയാൾ അങ്ങേയറ്റം സങ്കടപ്പെട്ടു. അനിയത്തിയുടെ മരണം അറിഞ്ഞപ്പോൾ ജഗനെ കൂടെ കൂട്ടിക്കൊണ്ടു പോകാൻ തോന്നിയ നിമിഷത്തെ അയാൾ മനസ്സാ ശപിച്ചു. ദിവസങ്ങൾ കടന്നുപോയി. ജഗൻ പിന്നീട് ലച്ചുവിന്റെ കാര്യത്തെപ്പറ്റി പറയുന്നത് കേൾക്കാഞ്ഞപ്പോൾ നാരായണൻ ആശ്വസിച്ചു. ഒരു പക്ഷേ അവന് തിരിച്ചറിവുണ്ടായി കാണും. ലച്ചു, അവൾ ചെറിയ കുട്ടിയല്ലേ. അവനെപ്പോലെ ഒരാളുടെ ഭാര്യ അവനുള്ള പ്രാപ്തിയൊന്നും അവൾക്കില്ല. അതുകൊണ്ട് അവളെ വേണ്ട എന്ന് മനസ്സിൽ തോന്നിക്കാണും. അയാൾ മനസ്സിലോർത്തു. എന്നാൽ അയാൾ അറിഞ്ഞില്ല, തറവാട്ടിൽ നിന്ന് വന്ന ദിവസം മുതൽ ലച്ചുവിനെ സ്വന്തമാക്കാൻ വേണ്ടിയുള്ള പ്ലാനുകൾ അവൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന്. അതിന്റെ ആദ്യപടിയായി അവൻ ചെയ്തത് ലച്ചുവിനും രാമനും പുറകെ തന്റെ ആളുകളെ അയച്ചു എന്നുള്ളതാണ്. അവർ ഇപ്പോൾ എന്തു ചെയ്യുന്നു എന്നുള്ളത് കൃത്യമായിട്ട് എല്ലാ ദിവസവും അവൻ അറിയുന്നുണ്ട്. അവർക്ക് ചുറ്റുമുള്ള ആളുകളെക്കുറിച്ച്, അവർ സംസാരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്, അവരുടെ തീരുമാനങ്ങളെക്കുറിച്ച് എല്ലാം തന്നെ അവന് കൃത്യമായ വിവരങ്ങളുണ്ട്. എല്ലാ ദിവസവും അവന്റെ ഫോണിലേക്ക് ലച്ചുവിന്റെ ഫോട്ടോ, അതും അവൾ അറിയാതെ എടുക്കുന്നത് ചെല്ലുന്നുണ്ട്. ഇന്ന് ലച്ചുവിന്റെ 17ാം പിറന്നാളാണ്. അമ്മ മരിച്ചിട്ട് 1 വർഷം ആകാത്തത് കൊണ്ട് തന്നെ വലിയ ആഘോഷങ്ങളൊന്നുമില്ല. എല്ലാ പിറന്നാൾ ദിവസവും രാവിലെ അമ്പലത്തിൽ പോയി ഒരു പായസം കഴിപ്പിക്കും. അതെല്ലാവർക്കും കൊടുക്കും. പിന്നെ സദ്യക്ക് ഒരുക്കും. വൈകിട്ട് അച്ഛൻ്റെയും അമ്മയുടെയും ഒപ്പം നിന്നുകൊണ്ടുള്ള ഒരു കേക്ക് കട്ട് ചെയ്യൽ. ഇതായിരുന്നു അവളുടെ ആഘോഷം. എന്നാൽ അമ്മയില്ലാത്ത ആദ്യത്തെ പിറന്നാൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ആഘോഷം ഒന്നും വേണ്ട എന്നവൾ പറഞ്ഞിരുന്നെങ്കിലും രാമന്റെ നിർബന്ധം കാരണം രാവിലെ നന്ദനയെയും കൂട്ടി അമ്പലത്തിലേക്ക് പോയി. പിറന്നാളുകാരുടെ പേരിൽ അർച്ചനയും വഴിപാടും നടത്തി. പായസം കഴിപ്പിച്ചു. നല്ല ചുവന്നൊരു പട്ടുപാവാടയായിരുന്നു പെണ്ണിന്റെ വേഷം. വല്ലാതെ സുന്ദരിയായിരുന്നു അവൾ. അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങുന്ന ലച്ചുവിന്റെ ഫോട്ടോ, അത് അവന്റെ ഫോണിലെത്തിയതും അവൻ കണ്ണെടുക്കാതെ അതിൽ തന്നെ നോക്കി നിന്നുപോയി. പതിയെ അവൻ അവളുടെ ഫോട്ടോ സൂം ചെയ്ത് നോക്കാൻ തുടങ്ങി. അവളുടെ പേടമാൻ കണ്ണുകൾ, നീണ്ട നാസിക, ചുവന്നു തുടുത്ത അധരങ്ങൾ, ശംഖുപോലെയുള്ള കഴുത്ത്, ഒതുങ്ങിയ മാറിടം എല്ലാം അവൻ സൂം ചെയ്ത് നോക്കിക്കൊണ്ടിരുന്നു. അവന്റെ ശരീരം ചൂടുപിടിച്ചു. കൃത്യം ആ സമയത്താണ് ആനി അകത്തേക്ക് കയറിയത്. വല്ലാത്തൊരു മുഖഭാവത്തോടെ ഫോണിലേക്ക് തന്നെ നോക്കിയിരിക്കുന്ന അവനെ കണ്ടതും അവൾ പതിയെ പുറകിൽ വന്നുകൊണ്ട് ആ ഫോണിലേക്ക് നോക്കി. എന്നാൽ ഫോണിൽ കണ്ട പെൺകുട്ടിയുടെ രൂപം, ആ സൗന്ദര്യം, അവൾ പോലും കണ്ണെടുക്കാതെ നോക്കി നിന്നു. ജഗൻ, ആരാണ് ഈ സുന്ദരിക്കുട്ടി? അവൾ അറിയാതെ ചോദിച്ചുപോയി. അപ്പോഴാണ് തന്റെ പുറകിലായി നിൽക്കുന്ന ആനിയെ അവൻ ശ്രദ്ധിച്ചത്. ഒറ്റവലിക്ക് അവളെ മടിയിലേക്ക് ഇരുത്തിക്കൊണ്ട് ആ ചുണ്ടുകൾ അവൻ വന്യമായി കവർന്നു. പക്ഷെ അപ്പോഴെല്ലാം അവന്റെ മനസ്സിലുള്ളത് അവളുടെ രൂപമായിരുന്നു, ലച്ചുവിൻ്റെ. അവളുടെ ശരീരത്തിലൂടെ അവന്റെ കൈകൾ പാഞ്ഞു നടന്നു. ഒടുവിൽ അവളെ എടുത്തുകൊണ്ട് തന്റെ പ്രൈവറ്റ് റൂമിലേക്ക് കയറി അവളുടെ ശരീരത്തിലേക്ക് വന്യമായി പടർന്നു കയറി. ഒരു പേമാരി പോലെ അവളിൽ പെയ്തിറങ്ങി. അവളിലെ ഓരോ അണുവിനെ ആസ്വദിക്കുമ്പോഴും അവന്റെ മനസ്സാകെ ലച്ചുവായിരുന്നു. കണ്ണിനു മുന്നിൽ ലച്ചുവിന്റെ രൂപമായിരുന്നു. അവളിൽ നിന്ന് അടർന്നു മാറി കിടന്നുകൊണ്ട് അവൻ പറഞ്ഞു, ലച്ചുവാണ് എൻ്റെ മുറപ്പെണ്ണ്. ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണ്. പക്ഷേ ഒരു കുഴപ്പമുണ്ട്. അവൾക്കെന്നെ ഇഷ്ടമല്ല. അവളുടെ അച്ഛനും ഇഷ്ടമല്ല. പക്ഷേ അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. ഇന്നവൾക്ക് 17 തികഞ്ഞു. അടുത്ത വർഷം ഇതേ സമയം ഞങ്ങളുടെ വിവാഹമായിരിക്കും. ഇതുവരെ ഞാൻ കളത്തിന് വെളിയിലിരുന്നു കൊണ്ട് കളി കാണുകയായിരുന്നു. പക്ഷേ ഇനി എനിക്ക് കളത്തിലേക്കിറങ്ങാൻ സമയമായി. എങ്കിൽ മാത്രമേ അവളെ എൻ്റെ കയ്യിൽ കിട്ടൂ. ലച്ചുവിനെക്കുറിച്ച് അവൻ പറയുന്നത് കേട്ട് ആനിക്ക് സങ്കടം തോന്നി.
പാവം കുട്ടി, അവൾ മനസ്സിൽ ഓർത്തു. സർ, ഞങ്ങളെല്ലാം വിശദമായി അന്വേഷിച്ചു. നാട്ടുകാർക്കെല്ലാം രാമൻ മാഷിനെ വലിയ കാര്യമാണ്. ആരോടും വഴക്കിനൊന്നും പോകാത്തൊരു സാധു മനുഷ്യനാണ്. പ്രത്യേകിച്ച് സാമ്പത്തിക ബാധ്യത ഒന്നുമില്ല. അത്യാവശ്യം ജീവിക്കാനുള്ള ചുറ്റുപാടുണ്ട്. സ്വന്തം ഭാര്യ ഒരു രോഗിയായിരുന്നെങ്കിൽ പോലും അവരല്ലാതെ മറ്റൊരു പെണ്ണും അയാളുടെ ജീവിതത്തിൽ ഇല്ല. അയാളുടെ ലോകം എന്ന് പറയുന്നത് തന്നെ കുടുംബമാണ്. ഭാര്യ മരിച്ചതിൽ പിന്നെ അയാളുടെ എല്ലാം ആ മകളാണ്. ആ കുട്ടി നല്ലപോലെ പഠിക്കും. അതുകൊണ്ട് തന്നെ അവളെ പഠിപ്പിച്ച് ഒരു ഉയർന്ന നിലയിൽ എത്തിക്കണമെന്നാണ് ആ മാഷിന്റെ ആഗ്രഹം. രാമനെക്കുറിച്ച് അന്വേഷിക്കാനായി ജഗൻ ഏർപ്പാടാക്കിയ ആൾ പറഞ്ഞു. ഓക്കേ, അപ്പോൾ അയാൾക്ക് സാമ്പത്തിക ബാധ്യതയില്ല, പരസ്ത്രീ ബന്ധമില്ല, ആരോടും പകയില്ല, ശത്രുക്കൾ ഇല്ല. അയാളെ ഒന്ന് വരിഞ്ഞു മുറുക്കി മകളെ എനിക്ക് കെട്ടിച്ചു തരണമെന്ന് പറയാനായിട്ട് ഇതിലൊരു കാരണവും നമ്മുടെ കയ്യിലില്ല അല്ലേ? ജഗൻ അയാളോട് ചോദിച്ചു. അങ്ങനെയാണ് സാർ എനിക്ക് തോന്നുന്നത്. ജഗൻ നിരുത്തി മൂളി. സാർ, പിന്നെ ആ പെൺകുട്ടിക്ക് അങ്ങനെ പറയത്തക്ക സുഹൃത്തുക്കളൊന്നുമില്ല. അവരുടെ വീടിനടുത്തുള്ള നന്ദന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, രണ്ടുപേരും ഒരേ സ്കൂളിലാണ് പഠിക്കുന്നത്. അവളുമായിട്ട് മാത്രമേ കുറച്ച് അടുപ്പമുള്ളൂ. പിന്നെ അവരുടേത് പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന സ്കൂളായതുകൊണ്ട് ആൺകുട്ടികളുമായിട്ട് സുഹൃത്ത് ബന്ധം പോലും ഇല്ല. പിന്നെ അന്വേഷിച്ചറിഞ്ഞപ്പോൾ കഴിഞ്ഞത് നന്ദന എന്ന് പറയുന്ന കുട്ടിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ട്. ആദിശങ്കരൻ എന്നാണ് അവൻ്റെ പേര്. കോളേജിൽ ഡിഗ്രി ഫൈനൽ ഇയർ ആണ്. അവനൊരു ഫുട്ബോൾ പ്ലെയറാണ്. നാട് എറണാകുളത്താണ്. ലക്ഷ്മിയെക്കുറിച്ച് അന്വേഷിക്കാൻ ഏർപ്പാടാക്കിയ ആൾ പറഞ്ഞു നിർത്തി. അത് കേട്ടപ്പോൾ ജഗന്റെ മുഖം ഒന്ന് മാറി. ആ ചെറുക്കൻ ലച്ചുവിനോട് സംസാരിക്കാറുണ്ടോ? ഇല്ല സാർ, അങ്ങനെയല്ല. ചിലപ്പോൾ അവർ സ്കൂളിൽ നിന്ന് മടങ്ങി വരുന്ന വഴി നന്ദനയെ കാണാനായിട്ട് ആ പയ്യൻ വരാറുണ്ട്. അപ്പോൾ ലച്ചുവിനെയും നോക്കി ചിരിക്കാറുണ്ട്. അത്രമാത്രം. അല്ലാതെ അവർ തമ്മിൽ അങ്ങനെ സംസാരമൊന്നുമില്ല. അത് കേട്ടപ്പോഴും ജഗന്റെ മുഖം ഒന്ന് വലിഞ്ഞു മുറുകി. ലച്ചുവിനെ നോക്കി ആരെങ്കിലും ഒന്ന് ചിരിക്കുന്നത് പോലും അവൻ ഉൾക്കൊള്ളാൻ പറ്റില്ല. അവനെ ഒന്ന് ശ്രദ്ധിച്ചോണം, ജഗൻ അയാളോടായി പറഞ്ഞു. രാമൻ മാഷ് പെട്ടെന്നൊരു ദിവസം അങ്ങ് മരിച്ചു പോയാൽ അവൾ എന്ത് ചെയ്യും? ജഗൻ അവന്റെ കൂട്ടാളികളോടായി ചോദിച്ചു. സാർ, രാമൻ മാഷ് മരിച്ചാൽ ആ കുട്ടി ഒറ്റപ്പെടും. പിന്നെ ഒരുപക്ഷെ ഈ നന്ദന എന്ന് പറയുന്ന കൂട്ടുകാരിയും അവളുടെ കുടുംബവും ഒപ്പം നിന്നേക്കാം. അതല്ലാതെ നമ്മളെന്തെങ്കിലും നീക്കം നടത്തിയാൽ അതിനെ ചെറുക്ക് നിൽക്കത്തക്ക രീതിയിൽ സ്ട്രോങ് ആയിട്ടുള്ള ആളുകൾ ഒന്നും തന്നെ പിന്നെ ആ കുട്ടിക്ക് ഇല്ല, ജഗന്റെ ശിങ്കടികൾ പറഞ്ഞു. ശരി, എങ്കിൽ നമുക്ക് ആദ്യം അവളുടെ കൂട്ടുകാരുടെ കുടുംബത്തിൽ നിന്ന് തുടങ്ങാം. അവളുടെ അച്ഛൻ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനാണ്, അമ്മ വീട്ടമ്മ. അവരുടെ എല്ലാം തന്നെ ഈ മകളാണ്. അത്യാവശ്യം സാമ്പത്തികമുണ്ട്. വളരെ സന്തോഷത്തോടെ ജീവിക്കുന്ന ചെറിയ കുടുംബം. ജഗൻ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടു അവന്റെ കൂട്ടാളികൾ. അപ്പോൾ ആ കുട്ടിയുടെ അച്ഛനെ നമുക്കങ്ങ് നാട് കടത്താം. അയാൾക്കൊരു ട്രാൻസ്ഫർ ആയിക്കോട്ടെ. പതിയെ അയാൾക്കൊപ്പം അവളുടെ കൂട്ടുകാരിയും അമ്മയും ഗ്രാമം വിട്ടു പൊയ്ക്കോളും. ലച്ചു ഇപ്പോൾ +2-നായി. അടുത്ത അധ്യയന വർഷം തുടങ്ങി. പക്ഷെ അപ്പോഴാണ് എല്ലാവരെയും സങ്കടപ്പെടുത്തിക്കൊണ്ട് നന്ദനയുടെ അച്ഛന് ട്രാൻസ്ഫർ ആയത്. നന്ദന +2-ലായതുകൊണ്ട് തന്നെ സ്കൂൾ മാറാൻ നിൽക്കാതെ അച്ഛൻ മാത്രം വാടക വീടെടുത്ത് പുതിയ ജോലി സ്ഥലത്തെടുത്ത് താമസം മാറ്റി. അച്ഛൻ ട്രാൻസ്ഫറായി എന്നറിഞ്ഞതും ലച്ചുവിന് വല്ലാത്ത സങ്കടം തോന്നി. പക്ഷേ നന്ദന ഇപ്പോഴും തന്റെ ഒപ്പമുള്ളത് ഓർത്തപ്പോൾ ആശ്വാസവും. ജഗന്റെ കണക്ക് കൂട്ടലുകളുടെ ആദ്യ പടി വിജയകരമായി തന്നെ അവനെ പൂർത്തിയാക്കാൻ കഴിഞ്ഞു. നന്ദനയുടെ കാമുകനായ ഫുട്ബോൾ പ്ലെയറും ഇപ്പോൾ നിരീക്ഷണത്തിലാണ്. അയാളുടെ എല്ലാ വിവരങ്ങളും ഫോണിലേക്ക് എത്തുന്നുണ്ട്. ദിവസങ്ങൾ കടന്നുപോയി. ഇനി 6 മാസം കൂടി കഴിഞ്ഞാൽ ലച്ചുവിന് 18 തികയും. പക്ഷെ ഇപ്പോഴും രാമൻ മാഷ് അവന്റെ മുന്നിൽ വലിയൊരു തടസ്സം തന്നെയാണ്. അച്ഛാ, അവൾക്ക് 18 ആവാറായി. അച്ഛനൊന്ന് അച്ഛൻ്റെ അളിയനെ വിളിച്ച് സംസാരിക്ക്. മകളെ എനിക്ക് കെട്ടിച്ചു തരുന്നതിൽ അയാൾക്ക് വല്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിക്ക്. ഒരു ഞായറാഴ്ച രാവിലെ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നിടയിൽ ജഗൻ നാരായണനോടായി പറഞ്ഞു. അവൻ പറയുന്നത് കേട്ട് അയാളൊന്ന് ഞെട്ടി. കുറച്ചുനാളായി ലച്ചുവിനെക്കുറിച്ചുള്ള സംസാരം ഒന്നുമില്ലാത്തത് കൊണ്ട് അവൻ ആ കാര്യം മറന്നു എന്നാണ് നാരായണൻ കരുതിയത്. അത് മോനെ, അത് വേണോടാ. അന്നേ രാമൻ പറഞ്ഞതല്ലേ അവർക്കിതിന് താല്പര്യമില്ല എന്ന്. അവൾ കുഞ്ഞല്ലേ. വേണ്ട മോനെ, ഈ ബന്ധം അത് നമുക്ക് വേണ്ട. അയാൾ വളരെ സമാധാനത്തോടെ സംസാരിച്ചു. അവൻ തൻ്റെ അച്ഛനെ രൂക്ഷമായി ഒന്ന് നോക്കി. എനിക്ക് ഈ ബന്ധം മതി. എനിക്ക് അവളെ മതി. ഉറപ്പായും ഞാൻ അവളെ കെട്ടും. പിന്നെ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടിയാണ് അയാളെ വിളിച്ച് മോളെ എനിക്ക് കെട്ടിച്ചു തരുമോ എന്ന് ചോദിക്കാൻ ഞാൻ പറഞ്ഞത്. അച്ഛന് സൗകര്യമുണ്ടെങ്കിൽ ചെയ്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ വഴി നോക്കിക്കോളാം.
ജഗൻ നാരായണനെ ഒന്ന് കടുപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു. പെട്ടെന്ന് തന്നെ നാരായണൻ ഫോൺ എടുത്തുകൊണ്ട് സുഭദ്ര വന്നു. അവർ ഫോൺ അയാൾക്ക് നേരെ നീട്ടി. ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായതോടെ അയാൾ അവരുടെ എല്ലാം മുന്നിൽ വെച്ച് തന്നെ ഫോൺ എടുത്ത് രാമനെ വിളിച്ചു. തുടരും.